ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും വിഷമമാണ്. എന്നാൽ ഈ വിഷമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നതിൻ്റെ കാരണവും അത് പരിഹരിക്കാനുള്ള ചില ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, ഭാവി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തയാണ്. ചില വ്യക്തികളുണ്ട്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യം ഇതൊക്കെ ഓർത്തിട്ട് വെറുതെ ഇരുന്നിട്ട് വിഷമിക്കും. നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി പ്രസൻറ്റ്, അതായത് ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുൻപോട്ട് പോകുക. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം ഇങ്ങനെയാണോ എന്നൊക്കെ ഓർത്തിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്ന് മാത്രം നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി നിങ്ങൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഒക്കെ ഓർത്തിട്ട് വെറുതെ വിഷമിച്ചിരിക്കാതെ ഇപ്പോഴുള്ള ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇനി സെക്കൻഡ് പോയിന്റ്, തെറ്റിദ്ധാരണകളും കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കലുമാണ്. ഒരു ചെറിയ പ്രശ്നത്തെ വലിയ ഒരു ദുരന്തമായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ട് വളരെ മോശമായ സാധ്യതകൾ മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇത്തരക്കാർക്ക് എപ്പോഴും ജീവിതത്തിൽ വിഷമങ്ങളായിരിക്കും. കാരണം ഇവരെപ്പോഴും ചിന്തിക്കുന്നത് നെഗറ്റീവ് മാത്രമാണ്. ഇവരുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ടെൻഷൻ കുറച്ചധികം കൂടുതലുമായിരിക്കും. നിങ്ങൾ കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ തെറ്റിപ്പോയി. ഇതുകൊണ്ട് എൻ്റെ കരിയർ അവസാനിച്ചു. ഇനി എനിക്ക് നാളെ അല്ലെങ്കിൽ ഇനി എനിക്ക് ഇതുപോലെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വെറുതെ ഇരുന്ന് വിഷമിക്കാതെ, ഇതൊരു ചെറിയ തെറ്റാണ്, അടുത്ത തവണ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമല്ലോ, തെറ്റിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, സാമൂഹികമായ ഒറ്റപ്പെടലും പിന്തുണയില്ലായ്മയുമാണ്. ചില ആളുകളുണ്ട്, ഇവർക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, റിലേറ്റീവ്സ്, കസിൻസ് ഇതൊക്കെ ഭയങ്കര കുറവായിരിക്കും. തനിച്ചിരിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രോബ്ലംസും കൂടുതലായിരിക്കും. കാരണം ഇവർ നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവർക്ക് ഇവരുടെ പ്രോബ്ലംസ് തുറന്നു പറയാൻ പോലും ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾ ഒരു മുറിയിൽ കയറി വാതിലും അടച്ചിട്ടിട്ട് ഓവർ തിങ്ക് ചെയ്യാതെ ട്രൈ ടു മേക്ക് ഗുഡ് ഫ്രണ്ട്സ്, അതായത് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമേ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ഭയങ്കര ഹാപ്പിയായിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അവരോട് ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ഒരു സമാധാനമൊക്കെ കിട്ടും. നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ വെറുതെ റൂമിൽ കയറി ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. പാർട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷന്, ക്ലബ്ബുകളൊക്കെ ഉണ്ടാകുമല്ലോ, ഇവിടെയൊക്കെ നിങ്ങൾ പോകുക. ഇവിടെയൊക്കെ ചെല്ലുക, ആൾക്കാരുമായിട്ട് സംസാരിക്കുക. പയ്യെ പയ്യെ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. പിന്നെ സുഹൃത്തുക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കണ്ണും പൂട്ടിയൊന്നും ആരും വിശ്വസിക്കരുത്. നല്ല രീതിയിൽ സംസാരിക്കുക, നിങ്ങളുടെ വൈബിനൊക്കെ പറ്റിയ ആളാണോ എന്നൊക്കെ നോക്കുക. ഇനി നാലാമത്തെ പോയിന്റ്, കമ്പാരിസൺ ആണ്.
എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അത് കുഞ്ഞിലേ മുതൽ തുടങ്ങുന്ന ഒന്നാണ്. അതായത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർ മാർക്കൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് നോക്കും. നിനക്കാണോ എന്നെക്കാളും മാർക്ക്, അല്ലെങ്കിൽ എനിക്കാണോ നിന്നെക്കാളും മാർക്ക് എന്നുള്ള രീതിയിൽ. ഇത് തന്നെയാണ് ഭാവിയിലേക്ക് ഇവരെ ഫോളോ ചെയ്ത് പോകുന്നത്. മറ്റുള്ളവരുമായി കമ്പാരിസൺ, അതായത് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ ചില സിറ്റുവേഷനിലൊക്കെ ഇത് വളരെ നല്ല കാര്യവുമാണ്. പക്ഷേ നമ്മളുമായിട്ട് കുറേ അധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുമായിട്ട് ഒരിക്കലും നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമമായിരിക്കും ഉണ്ടാവുക. അതായത് കമ്പാരിസൺ ഒക്കെ നല്ലതാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യാതെ നിങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി നിങ്ങൾ മുൻപോട്ട് പോവുക. ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെയാണ് പൊതുവെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതൊക്കെ സോൾവ് ചെയ്യാനുള്ള പരിഹാരങ്ങളും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.